നമസ്കാരം. वे उन लोगों को ट्रेनिंग, पैसा और हथियार वगैरह देकर जो लोग भी उनके विरोधी हैं या उनसे दुश्मनी रखते हैं उनकी हत्या करवाते हैं. अवड़ परिवार या फिर हाथ पैर काट लेना, यही उनका काम है. यह बात लोगों को समझ में आ गई और ये लोग हमारे राष्ट्रीय दिवस यानी 15 अगस्त के दिन फिर राष्ट्रवादी और जितने भी देश प्रेमी हैं वे सभी उस प्रदर्शन में भाग लेते ही हैं, है ना. उनके साथ ये भी प्रदर्शन में शामिल हो रहे हैं. अब से कोई 20 साल बीतने पर भारत की केरल एक मुस्लिम देश, एक बहुसंख्यक राज्य बन जाएगा. इसके लिए उन्होंने नौजवानों को प्रभावित किया है. उन्हें पैसे देकर उनका धर्म परिवर्तन कर मुसलमान बनाना, मुस्लिम युवतियों से शादी करवाना, इस तरह से मुस्लिम बच्चों को जन्म देना, इस तरीके से बाकी समुदायों से बिल्कुल अलग होकर मुस्लिम समुदाय की आबादी को बहुसंख्यक बनाना, इसी इरादे से ये लोग ये कदम उठा रहे हैं. സംശയിക്കേണ്ട, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന മത സംഘടന ഈ രാജ്യം മതരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അന്ന് മലയാളത്തിൽ പറഞ്ഞത് വി.എസ്. അച്യുതാനന്ദൻ്റെ അതേ ശബ്ദത്തിൽ അത് വള്ളി പുള്ളി തെറ്റാതെ ഹിന്ദിയിൽ പറയുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഇത് വി.എസ്. അച്യുതാനന്ദൻ പറയുന്നതല്ല. പക്ഷേ ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥം തെറ്റാതെ തന്നെ മറ്റു ഭാഷയിലേക്ക് ഇതുപോലെ ആക്കാൻ സാധിക്കും. ഇനി ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ തട്ട് കിട്ടാൻ പോകുന്ന കൂട്ടർ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും ആയിരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം, ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ, ഇൻ്റർനെറ്റ് വന്നപ്പോൾ, CCTV വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഏറിൽ പോയ ടീമുകൾ കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുമാണ്. മുൻപ് ഇതൊക്കെ എന്തോ സംഭവമാണ് എന്ന് കരുതിയിരുന്ന കൂട്ടരായിരുന്നു ഇവർ. എന്നാൽ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ആ പുസ്തകം എന്താണെന്നും ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നും ഇവരുടെ വിശ്വാസത്തിൻ്റെ പൊള്ളത്തരമൊക്കെ ഇന്ന് ജനങ്ങൾക്കറിയാം. അതോടുകൂടി തന്നെ അവർ ഏതാണ്ട് ബഹിരാകാശത്താണ് എല്ലാ സമയത്തും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ വ്യാപകമായി കഴിഞ്ഞപ്പോൾ 3 സംസ്ഥാനമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങി ഒറ്റ സംസ്ഥാനത്തിലേക്കായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോദി 15 ലക്ഷം അക്കൗണ്ടിൽ ഇട്ട് തരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന കുറേ പൊട്ടന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി അത്തരം സംശയമൊന്നും അവർക്ക് ഉണ്ടാവില്ല. നരേന്ദ്രമോദി ഹിന്ദിയിൽ അവിടെ സംസാരിക്കുന്നത് വള്ളിപുള്ളി തെറ്റാതെ അർത്ഥം മാറാതെ തന്നെ നമുക്കിവിടെ മലയാളത്തിൽ അത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഈ 15 ലക്ഷം ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞില്ലേ എന്നുള്ള മണ്ടൻ ചോദ്യവും സംശയവും ഒന്നും നമുക്കുണ്ടാവില്ല. ആ കാലമാണ്. ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ആളുകളെ, കള്ളം പ്രചരിപ്പിക്കാൻ പറ്റില്ല. പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പ്രസംഗിക്കുന്നതോ അതിൻ്റെ അർത്ഥം തെറ്റാതെ തന്നെ നമുക്ക് നമ്മുടെ ഭാഷയിൽ കേൾക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ വി.എസിനെ പോലുള്ളവർ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഇപ്പോൾ ഉള്ള നേതാക്കൾ പറയുമെന്ന് തോന്നുന്നില്ല, അതിനുള്ള ഗട്സ് അവർക്കില്ല. പക്ഷേ ഇവർ മുൻപ് പറഞ്ഞിരുന്ന സത്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഉത്തരേന്ത്യയിലുള്ള ഹിന്ദി അറിയാവുന്നവരെ അല്ലെങ്കിൽ മറ്റു ഭാഷകൾ അറിയാവുന്നവരെ ഇവരുടെ ഈ ശരീരഭാഷയും അന്ന് സംസാരിച്ച അതേ ചേഷ്ടയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും. അവർക്കിത് നിഷേധിക്കാനാവില്ല. കാരണം വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞ മലയാളം അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് ഞാനായിട്ട് ഒരു വാക്ക് പോലും, ഒരു കുത്തോ കോമയോ പോലും കൂട്ടുന്നില്ല. അദ്ദേഹം എന്താണോ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതാണ് ഹിന്ദിയിൽ വരുന്നത്. അപ്പോൾ ഹിന്ദി അറിയാവുന്നവർക്ക് കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാകും. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും, അതും ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ജമാഅത്തെ ഇസ്ലാമി ഇന്നിപ്പോൾ ആരുടെ കൂടെയാണ് എന്നവർ ആലോചിക്കും. കോൺഗ്രസിൻ്റെ കൂടെയാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ഇത് എവിടൊക്കെ ആർക്കൊക്കെ ദോഷം ചെയ്യുന്നു എന്ന് ഓർക്കുക. ഇനി അവർക്ക് തിരിച്ചും വേണമെങ്കിൽ ഉപയോഗിക്കാം. മോശമായിട്ടുള്ള കാര്യങ്ങൾ BJPയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മലയാളത്തിലാക്കിയോ മറ്റു ഭാഷയിലാക്കിയോ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസിനും ഇസ്ലാമിസ്റ്റുകൾക്കുമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതോ കാലത്ത് നിങ്ങൾ സത്യങ്ങൾ പറഞ്ഞിരുന്നു. അന്നത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പിൽക്കാലത്ത് ഇതിങ്ങനെ മൊഴിമാറി കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തുമെന്ന്. എന്നാൽ ആ കാലമാണിപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നല്ല രാഷ്ട്രീയത്തിന് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. ഉടായ്പ് രാഷ്ട്രീയക്കാർക്കൊന്നും ഇവിടെ ഇനിയത്തെ കാലത്ത് നിലനിൽപ്പില്ല. കാരണം ഏത് ഭാഷയിൽ സംസാരിച്ചാലും നമ്മുടെ ഭാഷയിൽ അത് കേൾക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ആയി. ഇനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇതൊക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാകും. ഏത് കൊച്ചു കുഞ്ഞിന് പോലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത്ര വേഗത്തിൽ സാങ്കേതിക വിദ്യ വളരും. അതിനാൽ ഇന്ത്യ ഒരു കുട എന്ന കീഴിൽ, അതിൻ്റെ കീഴിൽ നിൽക്കുന്ന എല്ലാവരും ഒരേ തുല്യമായ രീതിയിൽ ഉടായ്പകളില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമേ ഇവിടെ ഇനി നല്ല രാഷ്ട്രീയവും മറ്റുമൊക്കെ സാധ്യമാവൂ. ഉടായ്പ് ഇനിയത്തെ കാലത്ത് ചിലവാകില്ല എന്ന് തന്നെയാണ് അർത്ഥം.